പുരാണ ഇതിഹാസങ്ങളിൽ പ്രേമിക്കുന്നവർക്കും പ്രേമത്താൽ ത്യാഗം ചെയ്യുന്നവർക്കും വലിയ സ്ഥാനങ്ങളാണല്ലേ കൊടുത്തിരിക്കുന്നത്. അവയെക്കുറിച്ചുള്ള കഥകളും ഒരുപാട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രണയ കഥകളിൽ ചില കഥകൾ ഏറെയധികം ജനപ്രീതി നേടിയിട്ടുമുണ്ട്. മറ്റു ചില കഥകളാവട്ടെ കാലക്രമേണ ഒളിമങ്ങി പോയിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിലെ ഏറ്റവും വലിയൊരു പ്രണയ കഥയാണ് രാമന്റെയും സീതയുടെയും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനേക്കാൾ ത്യാഗം നിറഞ്ഞ ഒരു പ്രണയമായിരുന്നു ലക്ഷ്മണന്റെയും ഊർമിളയുടേത്. തന്റെ പ്രാണേശ്വരന് വേണ്ടി ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത 14 വർഷമാണ് ഊർമിള കാത്തിരുന്നത്. വെറുതെ കാത്തിരുന്നതല്ല, അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു ത്യാഗത്തിന്റെയും കൂടെ ഒരു കഥ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. രാമായണം എന്ന ഇതിഹാസത്തിൽ പൊതുവെ രാമന്റെയും സീതയുടെയും പ്രണയകഥകൾക്കും അവരുടെ ത്യാഗത്തിനും അവരുടെ ജീവിതത്തിനുമാണ് ഒരുപാടധികം മുൻഗണന കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് ഊർമിള. കാരണം ഊർമിള എന്നൊരു സ്ത്രീയുടെ പങ്ക് രാമരാവണ യുദ്ധത്തിൽ വളരെ വലുതാണ്. അപ്പൊ അതിന്റെയും കൂടെയുള്ള കഥയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ത്യാഗത്തിന്റെ പേര് കേട്ട ഒരു സ്ത്രീയാണ് സീത. പക്ഷേ അവരുടെ സഹോദരിയും ത്യാഗത്തിൽ ഒട്ടും പുറകോട്ടല്ല എന്ന് കാണിക്കുന്ന ഒരു ജീവിത ചരിത്രം തന്നെയാണ് ഊർമിളയുടേത്. ഊർമിളയുടെ ത്യാഗത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുന്നതിന് മുമ്പ് ഊർമിളയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഊർമിള സീതയുടെ സഹോദരിയാണ്. അന്നത്തെ മിഥില രാജ്യത്തെ രാജാവായിരുന്ന ജനകന്റെയും സുനൈനയുടെയും രണ്ടാമത്തെ പുത്രിയാണ് ഊർമിള. സീതയും ഊർമിളയും അല്ലാതെ ജനകന് മറ്റു 2 പുത്രിമാർ കൂടെ ഉണ്ട്. അതായത് 4 പുത്രിമാരാണ് ജനകനും സുനൈനയ്ക്കും ഉള്ളത്. ഇവരുടെ പേരാണ് സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി. ഇവർ 4 പേർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അതിതീവ്രമായതും അതിപരിശുദ്ധിയുള്ളതും തന്നെയാണ്. കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെ അവർ ഇണപിരിയാതെ തന്നെയാണ് വളർന്നത്. ശിവധനുസ് തകർത്ത് സീതയെ വിവാഹം ചെയ്യുന്ന രാമന് 3 സഹോദരന്മാർ കൂടെയുണ്ട് എന്നറിയുന്ന ജനകരാജാവ് അയോധ്യയിലെ മഹാരാജാവായ ദശരഥ മഹാരാജാവിനോട് മിഥില രാജൻ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അയോധ്യയിൽ രാമൻ കൂടാതെയുള്ള ബാക്കി 3 പുത്രന്മാരെ കൂടെ തന്റെ 3 പുത്രിമാർക്ക് പതിയായി വേണം, അതായത് പതിയായി ലഭിക്കണം എന്നതായിരുന്നു ആ അഭ്യർത്ഥന. അതായത് സീത രാമനെയും ഊർമിള ലക്ഷ്മണനെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയുമാണ് വിവാഹം കഴിക്കുന്നത്. ഇത് കേൾക്കുന്ന ദശരഥ മഹാരാജാവിനെ ഏറെ സന്തോഷമാവുകയും വിവാഹത്തിന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുറപ്രകാരം നിശ്ചയിച്ച വിവാഹം അവിടെ നടക്കുകയാണ്. അതിനുശേഷമാണ് ഊർമിള ലക്ഷ്മണന്റെ അർദ്ധാംഗിനിയായി അയോധ്യയിലേക്ക് വരുന്നത്. 4 പുത്രന്മാരുടെ വിവാഹത്തോടെ അയോധ്യ നഗരിയും കൊട്ടാരവും വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് മന്ധരയുടെയും കൈകയുടെയും ഒരു ഗൂഢതന്ത്രത്തിലൂടെ രാമനും സീതയ്ക്കുമുള്ള വനവാസത്തിന് ഉത്തരവ് വരികയാണ്. ഇതേ സമയം തന്നെയാണ് ലക്ഷ്മണനും ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത്. അതായത് തന്റെ ജ്യേഷ്ഠതയുടെയും ഒപ്പം വനത്തിലേക്ക് താനും അനുഗമിക്കും എന്നതായിരുന്നു ലക്ഷ്മണന്റെ ആ തീരുമാനം. ഇപ്പോഴാണ് രാമായണം എന്ന ഇതിഹാസത്തിൽ തന്നെ ഊർമിളയുടെ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന ഒരു ഭാഗം വരുന്നത്. അങ്ങേയറ്റം പ്രസക്തിയാണ് ഇനി അങ്ങോട്ടുള്ള ഊർമിളയുടെ ജീവിതത്തിന്. തന്റെ ഭർത്താവായ ലക്ഷ്മണന്റെ കൂടെ ഊർമിളയും വനവാസത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്. എന്നാൽ ലക്ഷ്മണൻ അതിനൊട്ടും തന്നെ സമ്മതിക്കുന്നുമില്ല. അവൾ രാജകുടുംബത്തെ പരിപാലിക്കാൻ സഹായിക്കണമെന്നും ഒരുപക്ഷെ മറ്റേതൊക്കെയോ രീതിയിൽ ഊർമിളയുടെ സാന്നിധ്യം അയോധ്യയിൽ ലക്ഷ്മണൻ ആഗ്രഹിച്ചു. അങ്ങനെ ഊർമിളയ്ക്ക് ലക്ഷ്മണന്റെ കൂടെ വനത്തിൽ അനുഗമിക്കാൻ സാധിച്ചില്ല. അതേസമയം ലക്ഷ്മണൻ തന്റെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. ഇനിയുള്ള 14 വർഷം നിദ്രയെ പോലും വെടിഞ്ഞ് താൻ തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും വേണ്ടി കാവലിരിക്കും എന്നതായിരുന്നു ലക്ഷ്മണന്റെ ഏറ്റവും വലിയ ശപഥം. ഈ ഒരു തീരുമാനം ലക്ഷ്മണൻ ഊർമിളയുടെ കൂടെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ 14 വർഷം തന്റെ പതി തന്നോടൊപ്പം ഉണ്ടാവില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാമന്റെയും സീതയുടെയും കൂടെ ലക്ഷ്മണൻ പോകുന്നത് ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് ഊർമിള. ഊർമിള തന്റെ ഭർത്തൃമാതാവിനോടും അയോധ്യയിലെ പ്രജകളോടുമുള്ള കടമകൾ നിർവഹിക്കാൻ വേണ്ടി തന്നെ സ്വയം മാറി നിന്നു. ലക്ഷ്മണന്റെയും ഊർമിളയുടെയും ഈ വിരഹ പ്രണയ കഥ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ചരിത്രം ഒരിക്കലും അംഗീകരിക്കുകയോ ഉയർത്തിപ്പിടിക്കാത്ത ഒരു പ്രണയ കഥ തന്നെയാണ് അവരുടേത്. അങ്ങനെ വനത്തിലെത്തുന്ന ലക്ഷ്മണനാവട്ടെ തന്റെ തീരുമാനം പാലിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതായത് രാവും പകലും ഉറക്കമൊഴിച്ച് തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കുമായി അദ്ദേഹം കാവലിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രിയിൽ നിദ്രാദേവി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിദ്രാദേവി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ലക്ഷ്മണ നീ എന്നെ വെടിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നത് എന്ന്. ഇത്തരത്തിലുള്ള ജീവിതം നിനക്ക് ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും ദേവി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണ, നിന്റെ ഈ തീരുമാനം നീ മാറ്റിവെച്ച് എന്നെ വഹിച്ച് കുറച്ചു സമയം വിശ്രമിക്കൂ എന്നതാണ് നിദ്രാദേവി ലക്ഷ്മണനോട് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ലക്ഷ്മണൻ ഇതിനൊന്നും വഴങ്ങിയില്ല.
മറിച്ച് ലക്ഷ്മണൻ നിദ്രാദേവിയോട് പറയുകയാണ്, ഇനിയുള്ള 14 വർഷത്തേക്കുള്ള എന്റെ നിദ്ര ദേവി തിരിച്ചെടുത്ത് എന്നെ അനുഗ്രഹിക്കണം എന്നതായിരുന്നു ലക്ഷ്മണന്റെ ഒരു അഭ്യർത്ഥന. ഇനിയുള്ള 14 വർഷത്തേക്ക് ഒരിക്കൽ പോലും ദേവിയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നും ലക്ഷ്മണൻ താഴ്മയോടെ അപേക്ഷിച്ചു. എന്തിനെന്നാൽ നിദ്രയുടെ അഭാവമുണ്ടെങ്കിൽ മാത്രമേ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും യഥാരീതിയിലുള്ള സംരക്ഷണം നൽകാൻ കഴിയുകയുള്ളൂ എന്ന് ലക്ഷ്മണന് ദൃഢമായി വിശ്വസിച്ചു. ഇത് കേൾക്കുന്ന നിദ്രാദേവി ഏറെ സംപ്രീതയാവുന്നുണ്ട്. മാത്രമല്ല, ലക്ഷ്മണന്റെ അർപ്പണ മനോഭാവത്തിലും സ്നേഹത്തിലും ദേവിക്ക് ഏറെ സന്തോഷം തോന്നുന്നുമുണ്ട്. അതേസമയം ദേവി ലക്ഷ്മണനോട് ചോദിക്കുന്നുമുണ്ട്, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നിദ്ര എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നിദ്രയിൽ പൂണ്ട് നിൽക്കുന്ന സമയത്തിൽ അദ്ദേഹം നിദ്ര തന്നെ പോകണം. ആ നിദ്ര എന്ന് പറയുന്നത് അദ്ദേഹം വഹിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. ഒരിക്കലും അത് തിരിച്ചെടുത്ത് എന്നിൽ എനിക്ക് സൂക്ഷിക്കാൻ എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, എനിക്കൊരിക്കലും നിന്നെ നിദ്രയില്ലാത്ത ഒരു വ്യക്തിയാക്കി തീർക്കാൻ സാധിക്കില്ല. പകരം നിന്റെ നിദ്രാ നേരത്തെ എനിക്ക് മറ്റ് വ്യക്തിയിൽ ആരിലെങ്കിലും പ്രദാനം ചെയ്യാനായി സാധിക്കും. പറയൂ ലക്ഷ്മണ, ആർക്കാണ് ഞാൻ നിന്റെ നിദ്രയെ പ്രദാനം ചെയ്യേണ്ടത് എന്ന്. നിദ്രാദേവിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന ലക്ഷ്മണന്റെ മനസ്സിൽ മറ്റാരുടെയും മുഖം വന്നില്ല. തന്റെ അർദ്ധാംഗിനിയായ, തന്റെ പ്രാണേശ്വരിയായ ഊർമിളയുടെ മുഖം മാത്രമാണ് ലക്ഷ്മണന്റെ മനസ്സിൽ അന്ന് വന്നത്. അങ്ങനെ ലക്ഷ്മണൻ നിദ്രാദേവിയോട് ഒരു സങ്കോചവും ഇല്ലാതെ ഊർമിളയുടെ നാമം പറയുകയാണ്. അയോധ്യയിൽ എനിക്കായി കാത്തിരിക്കുന്ന എന്റെ അർദ്ധാംഗിനി, എന്റെ ഇഷ്ട പ്രാണേശ്വരി, എന്റെ വാമഭാഗം അവിടെയുണ്ട്. ദേവി കനിഞ്ഞരുളി എന്റെ നിദ്ര അവൾക്ക് പ്രദാനം ചെയ്താലും എന്നതായിരുന്നു ലക്ഷ്മണൻ പറഞ്ഞത്. അന്നേ രാത്രി നിദ്രാദേവി ഊർമിളയ്ക്ക് മുന്നിൽ പ്രത്യക്ഷയാവുകയാണ്. ലക്ഷ്മണന്റെ ഈ ആവശ്യം സമ്മതിച്ചുകൊണ്ട് തന്നെ 14 വർഷത്തേക്ക് നിദ്രയെ ജയിച്ച ഒരു വ്യക്തിയാക്കി മാറ്റി നിദ്രാദേവി ലക്ഷ്മണനെ. അതായത് ഇനിയുള്ള 14 വർഷത്തേക്ക് ലക്ഷ്മണന് നിദ്ര എന്നത് ഇല്ലേ ഇല്ല. അങ്ങനെ ലക്ഷ്മണനെ അനുഗ്രഹിച്ച് നിദ്രാദേവി അവിടുന്ന് വിടവാങ്ങി. ഉടനെ തന്നെ അയോധ്യയിൽ ഊർമിളയുടെ അന്തപുരത്തിൽ ദേവി പ്രത്യക്ഷയാവുകയാണ്. നിദ്രയിൽ ആണ്ടിരിക്കുന്ന ഊർമിളയെ വിളിച്ചുണർത്തുകയാണ് നിദ്രാദേവി. നിദ്രാദേവിയെ കാണുന്ന ഊർമിള ഇരു കൈകളും കൂപ്പി ദേവിയെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അങ്ങനെ ദേവി ആവട്ടെ വനത്തിനുള്ളിൽ വെച്ച് ലക്ഷ്മണനുമായുള്ള സംവാദവും ലക്ഷ്മണന് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ചും ഊർമിളയോട് പറയുന്നുമുണ്ട്. എന്നിട്ട് ദേവി പറയുന്നുമുണ്ട്, 14 വർഷത്തേക്കുള്ള ലക്ഷ്മണന്റെ നിദ്ര സ്വീകരിക്കാൻ നീ തയ്യാറാണോ ഊർമിള എന്ന് ദേവി ചോദിക്കുന്നുമുണ്ട്. തന്റെ ഇഷ്ട പ്രാണേശ്വരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഊർമിളയ്ക്ക് അദ്ദേഹത്തിന്റെ നിദ്രയെ ഏറ്റുവാങ്ങാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഊർമിളയാവട്ടെ സന്തോഷത്തോടെ ഒരു സങ്കോചവും ഇല്ലാതെ നിദ്രാദേവിയിൽ നിന്ന് 14 വർഷത്തേക്കുള്ള ലക്ഷ്മണന്റെ നിദ്രയെ ഏറ്റുവാങ്ങി. അങ്ങനെ നിദ്രാദേവി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് വിടവാങ്ങുന്നുമുണ്ട്. ആ നിമിഷം തൊട്ട് ഊർമിള നിദ്രയിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ കൊട്ടാരത്തിലെ ഊർമിളയുടെ അന്തപുരത്തിന്റെ വാതിൽ തട്ടുകയാണ് കൊട്ടാരം അന്തേവാസികളും പരിചാരകരും ഒക്കെ. പക്ഷെ ഊർമിളയാവട്ടെ വാതിൽ തുറക്കുന്നുമില്ല. കാരണം ഊർമിളയുടെ നിദ്രയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഭയന്നുകൊണ്ട് കൊട്ടാരം വാതിൽ തകർത്തു പൊളിച്ച് ഊർമിളയുടെ അന്തപുരത്തിൽ കടന്നു കയറി. നിദ്രയിൽ ആണ്ട് കടക്കുന്ന ഊർമിളയാണ് കാണുന്നത്. അങ്ങനെ ഭദ്രമാതാക്കൾ അവളെ വിളിച്ചുണർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. പക്ഷെ എത്ര തന്നെ വിളിച്ചിട്ടും ഊർമിള എഴുന്നേക്കുന്നില്ല. ഏറെ ഭയത്തോടു കൂടെ തന്നെ അവർ കൊട്ടാരത്തിലുള്ള എല്ലാവരോടും ഈ വിവരം അറിയിക്കുകയും കൊട്ടാരൻ വൈദ്യന്മാരെയും ഒക്കെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവരെല്ലാവരും എത്ര മരുന്ന് കൊടുത്തിട്ടും എത്ര ശ്രമിച്ചിട്ടും നിദ്രാദേവിയുടെ നിദ്രയിൽ നിന്ന് ഊർമിള എഴുന്നേക്കുന്നില്ല. അങ്ങനെയാണ് കൊട്ടാരത്തിലെ എല്ലാവരും ചേർന്ന് മഹാഋഷിയായ വ്യാസമുനിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം വരികയും ഊർമിളയുടെ അന്തപുരത്തിലെത്തി ഊർമിളയെ കാണുകയും ചെയ്തു. അദ്ദേഹത്തിന് കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി ഊർമിളയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. അദ്ദേഹം തന്റെ കണ്ണുകൾ അടച്ച് ധ്യാനദൃഷ്ടിയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അതായത് കഴിഞ്ഞ രാത്രി നിദ്രാദേവി പ്രത്യക്ഷപ്പെടുകയും ലക്ഷ്മണന്റെ നിദ്രയെ ഊർമിളയ്ക്ക് പ്രദാനം ചെയ്ത എല്ലാ സംഭവ വികാസങ്ങളും അദ്ദേഹത്തിന്റെ ധ്യാനദൃഷ്ടിയിലൂടെ മനസ്സിലാക്കി. ഈ കാര്യങ്ങൾ കൊട്ടാരത്തിലുള്ള റാണിമാരോടും അതേപോലെ തന്നെ ദശരഥ മഹാരാജാവിനോടും അദ്ദേഹം അറിയിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയുള്ള 14 വർഷം ഊർമിള നിദ്രയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഊർമിളയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ലഘുവായ രീതിയിലുള്ള ഭക്ഷണങ്ങളും ജലവും ദേവിക്ക് പ്രദാനം ചെയ്യണം എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. അങ്ങനെ 14 വർഷം ദേവി ഊർമിള നിദ്രയിൽ തന്നെയാണ്. അങ്ങനെ 14ാമത്തെ വർഷമായ രാമരാവണ യുദ്ധത്തിന്റെ സമയമായി. രാവണന്റെ പുത്രനായ മേഘനാഥനും ലക്ഷ്മണനും കൂടെ ഏറ്റുമുട്ടുന്ന ദിനമാണിത്. അങ്ങനെ മേഘനാഥനെ ഒരു വരം ലഭിച്ചിട്ടുണ്ട്. അതായത് നിദ്രയെ വിജയിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിദ്രയെ ജയിച്ച ലക്ഷ്മണൻ നിഷ്പ്രയാസം തന്നെ മേഘനാഥനെ കീഴ്പ്പെടുത്തി. അങ്ങനെ രാമനും രാവണനെ വധിച്ച് അവർ യുദ്ധം ജയിച്ച് വരികയായി. ഊർമിളയുടെ ഈ ഒരു വലിയ ത്യാഗം എന്ന് പറയുന്നത് രാമരാവണ യുദ്ധത്തിന് ദേവി ഊർമിള കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണ്.
തന്റെ പതി തന്നോടൊപ്പം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ അസാന്നിധ്യത്തിൽ സാന്നിധ്യം പ്രകടിപ്പിച്ച ഒരു ദേവി തന്നെയാണ് ഊർമിള. രാമരാവണ യുദ്ധത്തിന്റെ വിജയത്തിൽ ഊർമിളയുടെ പങ്ക് ചെറുതൊന്നുമല്ല. രാമായണം എന്ന ഇതിഹാസം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഊർമിളയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രസക്തി കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇവൻച്വലി വി മസ്റ്റ് സേ ദാറ്റ് ഷീ എക്സിബിറ്റഡ് ഹെർ പ്രസൻസ് ഇൻ ഹെർ ആബ്സെൻസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഊർമിളയുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഊർമിള എന്ന കഥാപാത്രത്തെ ഏറെ ഇഷ്ടമാണ് എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നും ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.